ഇനിയാണ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇൻഷാ അല്ലാഹ് മുനീറാണ്, പ്രകാശമാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് വളരെ ചിന്തനീയമായ ഏത് കാര്യവും മൂപ്പര് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത, ഒരാകർഷണതയും ഒരു ശ്രവണ മാധുര്യവുമുണ്ട്. അല്ലാഹു തആല അതെന്ന് നിലനിർത്തി കൊടുക്കുമാറാട്ടെ. കുല്ലു മുയസ്സറുൻ ലിമാ ഖുലിഖ്. ഓരോ വ്യക്തിയെയും അല്ലാഹു തആല ഓരോ ദൗത്യവുമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്, രോഗമില്ലാത്ത ദീർഘായുസും കബൂലുള്ള മഖബൂലും മർളിയുമായ അമല് ചെയ്യാനും നമ്മൾക്കും അദ്ദേഹത്തിന് തൗഫീക്ക് ചെയ്യട്ടെ. ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും പ്രത്യേകമായി ഒരു പുതുമ അദ്ദേഹത്തിന്റെ വാക്കിൽ എല്ലാവരും കാണുന്നുണ്ട്. കേരളത്തിലെ പ്രമുഖരായ പല വ്യക്തികളും ആ പ്രസംഗത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇതിനിങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് ഞങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേട്ടപ്പോഴാണ് മനസ്സിലാകുന്നത്. ഞാൻ ഈ അടുത്ത ദിവസം കണ്ടു, നേതാവിന് എന്ന വാക്കുണ്ടായത് എവിടെ നിന്നാണെന്നറിയോ? നേത്രത്തിൽ നിന്നാണ്. ബാക്കി പിന്നെ പറയാം. അല്ലാഹു തആല തൗഫീക്ക് ചെയ്യുമാറാട്ടെ. വളരെ ആദരവോടുകൂടി അദ്ദേഹത്തിന് ഈ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ഞാൻ السلام عليكم ورحمة الله تعالى وبركاته. أولا الحمد لله رب العالمين الذي منحني وأعطاني هذه الفرصة الثمينة الغالية، وصلوات الله تعالى وسلامه دائما أبدا على سيدنا محمد بن عبد الله الذي كان متواصل الأحزان دائم الفكرة ليست له راحة طويل السكت لا يتكلم في غير حاجة. ഡിലേയും കുറച്ച് ഷാർപ്പാക്കി. كلامه فصل لا فضول ولا تقصير ليس بالجافي ولا مهين يعظم النعمة وإن دقت لا يذم منها شيئا غير أنه لم يذم ذواقا ولا يمدح ولا يغضبه صلى الله عليه وسلم الدنيا ولا ما فيها. إذا أعرض أشاح جل ضحكه التبسم. كان جل ضحكه صلى الله عليه وسلم التبسم يفتر عن مثل حب الغمام يتلألأ وجهه صلى الله عليه وسلم تلألؤ القمر ليلة البدر. اللهم فأبلغه أن السلام. طبت حيا يا رسول الله وطبت ميتا يا رسول الله، وانقطع بموتك يا حبيب الله ما لم ينقطع بموت أحد من الأنبياء من النبوة، وعظمت عن الصفة وجللت عن البكاء وخصصت حتى صرت مصلى وعممت حتى صرنا فيك سواء. ولولا أن موتك كان اختيارا منك لجدنا لموتك بالنفوس ولأنفذنا عليك ماء الشؤون. فأما ما لا نستطيع نفيه عنا فكمد وإدناف يتخالفان ولا يبرحان. اللهم فأبلغه أن السلام. اذكرنا يا محمد عند ربك صلى الله على محمد صلى الله عليه وسلم. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണനൂൽപാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങളേകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക, തമ്മീലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ, കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക, മർത്യരക്തക്കര പറ്റിയാദംഷ്ട്രയിൽ മന്നംതരസ്മൃതി കോർത്ത ബിംബങ്ങളെ, സത്യവിശ്വാസ പ്രകാശധാവള്യത്താൽ നിത്യപ്രവാഹാൽ തകർത്ത പ്രബോധക, അങ്ങയച്ചൂഴുമൊരായിരം ഓർമ്മകൾ ആത്മഹർഷം വിതച്ചെത്തുമീ വേളയിൽ, ബന്ധൂര ചിന്തകൾ ജീവന്റെ ജീവനിൽ കുന്തിരിക്കം പുകച്ചെത്തുമീ മാത്രയിൽ, കഷ്ടമനാഥനായി ജാതനായെങ്കിലും ശിഷ്ടർക്ക് നാഥനായി വർത്തിച്ച സാത്വിക,
പൊള്ളും മരുക്കളെ അധ്യാപനങ്ങളാൽ പുഷ്പനികുഞ്ചകമാക്കിയ ചിന്തക, വായ്പിനെന്ന് അത്യുന്നതത്തിൽ നിന്ന് വാ തുറന്നോദിയ വിജ്ഞാനദായക, അന്നം കൊടുപ്പിൻ പശിക്കെതിരാദ്യത്തെ അംഗം കുറിച്ചോരവശ സംരക്ഷക. പരിശുദ്ധമായ മാള റേഞ്ച് മദ്ഹൂർ റസൂൽ കോൺഫറൻസിൽ കാട്ടിക്കരക്കുന്നിലെ ഈ മനോഹരമായ സദസ്സിൽ വിശുദ്ധമായ ഈ വേദിയെ ആമുഖമായ ഒരു ഉദ്ഘാടന ഭാഷണത്തിലൂടെ ധന്യമാക്കിയ നമ്മുടെയൊക്കെ അഭിവന്യ നായകൻ, നമ്മുടെയൊക്കെ ആത്മീയ നേതൃത്വം സയ്യിദ് CK കുഞ്ഞിത്തങ്ങൾ അവറുകളെ, ഈ പരിപാടിയുടെ പ്രൗഢമായ അധ്യക്ഷ പദവി അലങ്കരിക്കുകയും വളരെ മനോഹരമായ ഒരു പ്രഭാഷണം ഇവിടെ നിർവഹിക്കുകയും ചെയ്ത നമ്മുടെ റേഞ്ചിന്റെ പ്രസിഡന്റ് കൂടിയായ ഹുസൈൻ ബാഖവി ഉസ്താദ് അവറുകളെ, അതുപോലെ തന്നെ ഇവിടെ തൊട്ടു മുൻപ് ആമുഖമായിട്ട് ആശംസ സംസാരിച്ച ബഹുമാന്യനായ അബ്ദുൽ മജീദ് സാഹിബ്, അതുപോലെ തന്നെ അഷ്കർ അലി ബദരി, ഞാൻ പേര് പരാമർശിച്ചവരും അല്ലാത്തവരും ഒക്കെയായ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹനിധികളായ പ്രിയപ്പെട്ട സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യനായ അസ്ഹരിയുടെ നേതൃത്വത്തിലുള്ള ഒരു വളരെ കരുണാനന്ദകരമായ ഒരു മദ്ഹൂർ റസൂലിന്റെ ഇഷ്കിന്റെ ഈരടികൾ കേട്ടിട്ടാണ് ഞാൻ ഈ വേദിയിലേക്ക് ഇങ്ങനെ കയറി വരുന്നത്. ഇത് തീർന്നു പോകരുതേ എന്നൊരു നിമിഷം ആലോചിച്ചു പോയി. കാരണം അതിന്റെ അകക്കാമ്പ് മുഴുവൻ പരിശുദ്ധ റസൂലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് അത് അതിമനോഹരമായ ഒരു ശബ്ദ സൗകുമാര്യതയിലൂടെ കടന്നു വന്ന ഒരു അനുരാഗത്തിന്റെ പ്രവാഹം കൂടിയായിരുന്നു. അപ്പം അത് രണ്ടും ഒന്നിച്ച് ഈ സദസ്സിൽ ഇഴുകിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു അവാച്യമായ ഒരു അനുഭൂതിയുണ്ട്. അത് പരിശുദ്ധ പ്രവാചകന്റെ പേരിലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലല്ലാതെ പിന്നെ എവിടെയാണ് നമ്മൾ ആസ്വദിക്കുക? അതിനുശേഷം അധ്യക്ഷന്റെ പ്രഭാഷണവും ഉദ്ഘാടകൻ ബഹുമാന്യനായ തങ്ങളവറുകളുടെ പ്രഭാഷണവും വളരെ ഗഹനമായ, സാധാരണ രീതിയിൽ ഒരു അധ്യക്ഷ പ്രസംഗം, ഉദ്ഘാടന പ്രസംഗം എന്നുള്ളതിൽ നിന്ന് തീർത്തും ഭിന്നമായ, നമ്മുടെ ഒരുപാട് ചിന്താമണ്ഡലങ്ങളിലേക്ക് മനസ്സുകൊണ്ട് പ്രയാണം ചെയ്യിപ്പിച്ച ഉദാത്തവും അദ്വിതീയവുമായ വളരെ വളരെ മനോഹരമായ 2 പ്രഭാഷണങ്ങൾ അവസാനിച്ചതിന്റെ ശേഷമാണ് ഒരു മുഖ്യ പ്രഭാഷണത്തിലേക്ക് ഞാൻ എണീറ്റ് സമാഗതനായിരിക്കുന്നത്. ഏതായാലും 12 മണിയോടുകൂടെ പര്യവസാനിക്കുന്ന രീതിയിൽ തന്നെ ഈ പരിപാടിയെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതും വളരെ നല്ല ഒരു കാര്യമാണ്. കാരണം കുറഞ്ഞ സമയം കൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഇടക്കിടക്ക് വിസിറ്റ് ചെയ്യുക, അത് മഹബത്തിനെ വർദ്ധിപ്പിക്കുന്നു. അത് ഈ അനന്തതയെ ഒക്കെ സൂചിപ്പിക്കുന്ന ചില വരികളാണ്, അല്ലെങ്കിൽ വാചകങ്ങളാണ്. എന്ന് പറഞ്ഞാല് മടുപ്പ് ഉളവാക്കുന്നത് പരിശുദ്ധ പ്രവാചക തിരുമേനി ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരുന്നു. ഈ പരിപാടിയുടെ ഏറ്റവും നല്ലൊരു ആകർഷണീയത വളരെ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ എല്ലാം ചെയ്തു തീർക്കുന്നു, അത് ഹൃദ്യമാകുന്നു എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ പാരായണം ചെയ്ത കവിത സുകുമാർ കക്കാടിന്റെ സ്തുതിക്കപ്പെട്ടവൻ എന്ന ശീർഷകത്തിൽ അദ്ദേഹം പ്രസിദ്ധിപ്പെടുത്തിയ കവിതയാണ്. മലയാളക്കരയിൽ അദ്ദേഹം ദിവംഗതനായി പോയ ഒരു യശശരീരനായ കവിശ്രേഷ്ഠനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ വരികൾ ഇന്നും നമുക്കിടയിൽ എന്തൊക്കെയോ ഒരു ചിന്താധാരകളെ സൃഷ്ടിച്ചിട്ട് ഒരു ഇടിമുഴക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രവാചകാനുരാഗത്തിന്റെ കാവ്യ തല്ലജങ്ങളൊക്കെ തന്നെ ഇന്നും മലയാളികൾക്കിടയിൽ ചിരഞ്ജീവികളാണ്. ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ ചിരകാലം ജീവിക്കുന്നതാണ്. നമ്മൾ ചിരകാലാഭിലാഷം എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ ചിരകാല സ്വപ്നം എന്ന് പറയാറുണ്ട്. അങ്ങനെ ചിരപരിചിതം, ഒരുപാട് കാലത്തെ പരിചയമുള്ള കാര്യത്തെ പറ്റി നമ്മൾ പറയാറുണ്ട്. ഇതുപോലെ പ്രവാചക അനുരാഗത്തിന്റെ വരികളൊക്കെ തന്നെ ആശിഖീങ്ങളുടെ മനസ്സിൽ ചിരഞ്ജീവിയാണ്. അപ്പൊ അദ്ദേഹം അതിന് പേരിട്ടത് സ്തുതിക്കപ്പെട്ടവൻ എന്നാണ്. മുഹമ്മദ് എന്ന ഒരു കീർത്തനം അബ്ദുൽ മുത്തലിബ് കൊണ്ടുപോയി സമ്മൈതുഹു മുഹമ്മദ, പടച്ചോനെ ഞാൻ ഈ കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേരിടാണ്. അതോടുകൂടെ ആ കുഞ്ഞിനെ പിന്നെ ലോകത്തെല്ലാ ആളുകളും സ്തുതിക്കാനും പ്രകീർത്തിക്കാനും കീർത്തിക്കാനും അവിടുത്തെ അപദാനങ്ങളെ വാഴ്ത്താനും പറയാനും പാടാനും അതിനെ ഓർക്കാനും ഓർത്തതിന്റെ പേരിൽ അശ്രുഗണങ്ങളെ പൊടിക്കാനും ഒക്കെ മുന്നോട്ട് വരികയാണ്. അപ്പൊ അള്ളാഹു പറഞ്ഞു ഇതിന്റെ ഒരു സൂചകമാണ് എന്ന് പറഞ്ഞാല്
ഈ സഹോദര മതസ്ഥരായ കവികളാകട്ടെ, ബുദ്ധിജീവികളാകട്ടെ, അവിടുത്തെ പ്രത്യയശാസ്ത്രത്തെ ഉൾക്കൊള്ളുന്ന മുഹബ്ബീങ്ങളായ നമ്മളാകട്ടെ, നമ്മളൊക്കെ തന്നെ അവിടത്തെ ഇങ്ങനെ ഓർക്കുകയാണ്, പറയാണ്, പാടുകയാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് പുണ്യനബിയോട്, പുണ്യനബിയെ, അങ്ങയുടെ ചിരസ്മരണയെ നാം ഉയർത്തി വെച്ചിരിക്കുകയാണ്. ആ ഒരു വാക്കിന്റെ സമകാലികത കൂടി പുതിയ ലോകം പഠിക്കുന്നുണ്ട്. ഖുർആൻ വാട്സപ്പ് ഇല്ലാത്ത, ഫേസ്ബുക്ക് ഇല്ലാത്ത, ഇൻസ്റ്റ ഇല്ലാത്ത, വെർച്വൽ പ്ലാറ്റ്ഫോമോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ ഒന്നുമില്ലാത്തൊരു കാലത്ത് മേപ്പോട്ട് നോക്കിയാൽ നീല ആകാശവും താഴെ നോക്കിയാൽ മരുഭൂമിയും ഉള്ള ഒരു കാലത്ത് തങ്ങളുടെ കൈകളിൽ ഒട്ടകത്തെ തെളിക്കാനുള്ള ചാട്ടവാറല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് ലോകത്തോട് രായിക്ക് പറഞ്ഞ ഒന്നുമല്ലാത്തവരായിരുന്ന അറബികൾക്കിടയിലേക്കാണ് ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വചനം ഉതിരുന്നത്. അതിൽ പറയാണ് പുണ്യനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ സ്മരണയെ നാം എന്നേക്കും ഉയർത്തി വച്ചിരിക്കുന്നു. അത് ഇന്ന് ഈ പുതിയ കാലത്ത് ആ സ്മരണ ഒന്നുകൂടി നമ്മുടെ ഇടയിൽ പ്രാപ്യമായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് സുബൈക്ക് വാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മലപ്പുറം ജില്ലയിൽ അതേ വാങ്ക് കൊടുക്കുന്നത്. അത് കണ്ണൂർ എത്തുമ്പോൾ വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. അത് കാസർഗോഡ് എത്തുമ്പോൾ വീണ്ടും ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. അത് മംഗലാപുരം ബോർഡറിൽ എത്തുമ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. ഒരേ വാങ്ക്. ആ വാങ്കിന്റെ അകത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് കഴിഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നാണ്. പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ വാക്കുച്ചരിക്കാത്ത ഒരു പ്രാർത്ഥനയിലേക്കുള്ള വിളംബരം അത് വിളംബരമേ അല്ല. ഹസ്സാൻ ഇബ്നു സാബിത്ത് പുണ്യ നബിയോട് കവിത പാടിയിട്ടുണ്ട്. إذا قال في الخمس المؤذن أشهد إذا قال في الخمس المؤذن 5 നേരത്തെ വാങ്ക് വിളിക്കുന്ന സ്ഥലത്തും മുഅദ്ദിൻ അദാൻ വിളിക്കുന്ന മുഅദ്ദിൻ ഈ വാങ്ക് വിളിക്കുമ്പോ വല്ലമ്മൽ ഇലാഹു ഇസ്മൻ നബി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ ഇസ്മുൻ നബി അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന വാക്കിനെ അള്ളാഹു കണക്ട് ചെയ്തു വെച്ചു. അതുകൊണ്ട് അങ്ങയുടെ പേര് പറയാത്തൊരു വാങ്ക് ലോകത്തില്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇതിപ്പോ ഒരു കേരള സംസ്ഥാനത്തിന്റെ ഒരു ഭൂപ്രകൃതിയിൽ മാത്രമുള്ള അവസ്ഥയല്ല. അവിടുന്ന് അങ്ങോട്ട് സംസ്ഥാനങ്ങളുണ്ട്, രാജ്യങ്ങളുണ്ട്, ഉപഭൂഖണ്ഡങ്ങളുണ്ട്, ഭൂഖണ്ഡങ്ങളുണ്ട്. അപ്പൊ ലോകാടിസ്ഥാനത്തിൽ 5 നേരത്തെ വാങ്ക് നോക്കുകയാണെങ്കിൽ 24/7 24 മണിക്കൂറും ഈ ലോകത്ത് ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിലും മുക്കിലും കോണിലുമായിട്ട് മുഹമ്മദ് എന്ന പേരിങ്ങനെ ചർവണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു അത്ഭുതം അള്ളാഹു ആ ഒരു പ്രകൃതി പുതിയ കാലത്ത് അതിന്റെ സാധ്യത ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. നമ്മൾ അവിടുത്തെ മൗലിദ് ചെല്ലുന്നതിന്റെ പുറമെയാണ് നമ്മൾ അവിടുത്തെ മദ്ഹ കീർത്തനങ്ങളെ വാഴ്ത്തുന്നതിന്റെ പ്രകീർത്തിക്കുന്നതിന്റെ ഒക്കെ അപ്പുറത്താണ്. അപ്പം ആ ഒരു പ്രകൃതം ലോകം ഇങ്ങനെ ഏറ്റെടുക്കാൻ ഹു ഈസ് പ്രൊഫറ്റ്, ഹു ഈസ് മുഹമ്മദ്. അപ്പൊ ആളുകൾ പറയാൻ പ്രൊഫറ്റ് ഓഫ് മേഴ്സി, പ്രൊഫറ്റ് ഓഫ് സയൻസ്, പ്രൊഫറ്റ് ഓഫ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പ്രൊഫറ്റ് ഓഫ് ഹാബിറ്റ്, അങ്ങനെ എല്ലാം അവിടുത്തെ സ്വഭാവമായിട്ട് കണക്ട് ചെയ്യാൻ ലോക ജനത മുഴുവൻ. ഇബ്രാഹിം നബിയെ പറ്റി അല്ലാഹു തആല നമ്മൾ പാരായണം ചെയ്യുന്ന ഖുർആന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇബ്രാഹിം ലഹലീമുൻ അവ്വാഹുൻ മുനീബ്. എന്റെ ഇബ്രാഹിം പ്രവാചകൻ, വേദങ്ങളിലെ അബ്രഹാം പ്രവാചകൻ ആരാണ്? ലഹലീമുൻ അവ്വാഹുൻ മുനീബ്, ക്ഷമാശീലനാണ്, ദുഃഖത്തോടെ പശ്ചാത്താപ വിവശമായ മനസ്സുമായിട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ശീലമുള്ള ഒരു പ്രകൃതക്കാരനാണ്. നമ്പർ 2, ഇസ്മായിൽ നബിയെ പറ്റി ഖുർആൻ പറഞ്ഞത്, നമ്മൾ പാരായണം ചെയ്യുന്ന വേദഗ്രന്ഥം പറഞ്ഞതോ ഇന്നഹു കാന സ്വാദിഖൽ വഅദ്, കരാറ് പാലിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്റെ ഇസ്മായിൽ പ്രവാചകൻ അലൈഹി സ്വലാത്തു വസ്സലാം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി അള്ളാഹു പറഞ്ഞതോ ഇന്നഹു കാന അബ്ദൻ ശകൂറ, ഒരു നന്ദിയുള്ള അടിമയായിരുന്നു നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. യഹ്യാ നബിയെ പറ്റി ഖുർആൻ പറഞ്ഞതോ കാന ബർറം ബിവാലിദൈഹി, മാതാപിതാക്കളോട് ഗുണവാനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെയും കാര്യം പറയുമ്പോൾ അല്ലാഹു തആല അവർ ഈ മേഖലയിൽ മാതാപിതാക്കളോട് അങ്ങനെ ഓരോ കാര്യങ്ങളെ പറയുമ്പോൾ പരിശുദ്ധ പ്രവാചകനെ പറ്റി അള്ളാഹു പറഞ്ഞു കൊടുക്കുന്ന എന്താണ്? നബിയെ, അങ്ങാരാണ് എന്ന് അങ്ങക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അങ്ങാരാണ് എന്ന് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ ഇന്നും ആ ഖുർആൻ വേദം പാരായണം ചെയ്യുന്നു.
ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അങ്ങ് മേത്തരം ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് എന്ന ചോദ്യത്തിന്റെ മറുപടി ഖുലുഖ്, അവിടുത്തെ പ്രഭാവം തന്നെ അവിടുത്തെ പ്രകൃതമാണ്. അവിടുത്തെ പ്രഭാവത്തിന്റെ പ്രഭവമോ തുടക്കമോ അത് ഖുർആനുമാണ്. അത് ഖുർആനുമാണ്. നോക്കൂ നിങ്ങൾ, വഹയിന്റെ ഭാരം പേറുക, അതിങ്ങനെ ഏറ്റുവാങ്ങാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി എന്ന് പറയുന്നത്, അവിടുത്തെ അനുഭവിച്ച സഹാബ പറയാൻ, യുക്രിമു കരീമ കുല്ല ഖൗമിൻ, എല്ലാ സമുദായത്തിന്റെയും നേതാക്കന്മാരെ ബഹുമാനിക്കുമായിരുന്നു എന്ന്. ആര്? അവിടുന്ന് കൂടെ ജീവിച്ച സഹാബികൾ അവിടുത്തെ ജീവിത പ്രകൃതം പങ്കുവെക്കുകയാണ്. യുക്രിം, എല്ലാവരെയും അവർ ആ ഒരു മാനേഴ്സോട് കൂടെ കാണും, അവർക്ക് കൺസിഡറേഷൻ കൊടുക്കും, അവർക്ക് റെസ്പെക്ട് കൊടുക്കും. ലാ യഖതഉ അലാ അഹദിൻ ഹദീസ, ഒരാൾ ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളെ സംസാരം അയാൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് വരെ, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് വരെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ലക്ഷണമൊത്ത ശ്രോതാവായിരുന്നു എന്നാണ്. ഇടയിൽ കയറി പറയുന്ന രീതി പരിശുദ്ധ പ്രവാചക തിരുമേനിക്കില്ല. അദ്ദേഹം പറഞ്ഞത് പൂർത്തിയാവട്ടെ, എന്നിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാം. അത് ഞങ്ങൾ പലപ്പോഴും അവിടെ നിന്ന് പഠിച്ച ഒരു കാര്യമാണ്. യതഫഖദു അസ്ഹാബഹു, പള്ളിയിൽ വരും, എല്ലാ ദിവസവും പള്ളിയിൽ സ്ഥിരോത്സാഹിയായിട്ട് സ്ഥിരം ജമാഅത്തിനുണ്ടാകുന്ന സ്വഹാബികളുടെ അനുചര വൃന്ദങ്ങളിൽപ്പെട്ട ആരെങ്കിലും അന്ന് അവരുടെ അസാന്നിധ്യം അറിയിച്ചാൽ, അവരുടെ അഭാവം പ്രകടമായാൽ, പ്രവാചക തിരുമേനി യതഫഖദ്, സലാം വീട്ടി നിസ്കാരം ദുആയെല്ലാം കഴിഞ്ഞിട്ട് സഹാബത്തിനോട് ചോദിക്കുകയാണ്, നമ്മുടെ ഇന്നാലിന്ന ആളെ പള്ളിയിൽ കാണുന്നല്ലോ, ആളെവിടെ പോയി? ഇൻകാന മരിയള, അയാൾ രോഗിയാണെങ്കിൽ ആദഹു, ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ സഹാബത്തിനെയും കൂട്ടി അയാളെ വീട്ടിൽ പോയിട്ട് രോഗിയെ സന്ദർശിക്കുന്നു. വൈൻകാന മുസാഫിറ, അയാൾ സ്ഥലത്തില്ല, അയാൾ യാത്രക്കാരനാണ്. ദഅലഹു, അവിടെ ഇരുന്നിട്ട് സഹാബത്തിനെ എല്ലാരും കൂട്ടിയിട്ട് അവിടെ നിന്ന് നമ്മുടെ യാത്രക്കാരനായ സുഹൃത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ മറ്റൊരു പ്രകൃതം, യുമാസിഹു സുബിയാന അസ്ഹാബിഹി, സഹാബത്തിന്റെ കൂട്ടത്തില് സഹാബികള് സദസ്സിലേക്ക് വരുമ്പോഴോ പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ വീട്ടിലേക്ക് പോകുമ്പോഴോ എപ്പോഴെങ്കിലും മക്കളെയും കുട്ടിയാണ് പോകുന്നതെങ്കിൽ ആ കുട്ടികളോട് ഫണ്ണിയായി, വളരെ ജോക്ക് ആൻഡ് മോക്കായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കുശലം പറഞ്ഞ് തമാശ പറഞ്ഞ് അവരുടെ ശരീരഭാഷയിലേക്കും അവരുടെ മനോഗതിയിലേക്കും ഇഴുകിച്ചേർന്ന് പെരുമാറുന്ന ഒരു രീതി ശാസ്ത്രം പലപ്പോഴും വിശുദ്ധ നബിയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു സഹാബി പറയുന്നുണ്ടല്ലോ, ഞാൻ അവിടുത്തെ അങ്ങനെ കാത്തു നിന്നു, സന്ധ്യാനേരത്ത് പ്രബോധനങ്ങളും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളും എല്ലാം കഴിഞ്ഞ് വിശുദ്ധ പ്രവാചക തിരുമേനി വീടണയുകയാണ്. അവിടുത്തെ ഒട്ടകപ്പുറത്തു നിന്ന് താഴേക്ക് ഇറങ്ങി അവിടുത്തെ കമീസ് പോലും അഴിച്ചു വയ്ക്കാതെ അവിടുത്തെ മണ്ണ് പാകിയ നിലത്ത് അവിടെ നിന്ന് ഇങ്ങനെ മുട്ടുകുത്തുകയാണ്. ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഫഹുവ അലാ അർബഅ, പരിശുദ്ധ പ്രവാചക തിരുമേനി 4 കാലിൽ സഞ്ചരിക്കുന്നു മുട്ടുകുത്തിയിട്ട്. വൽ ഹസനു വൽ ഹുസൈനു അലാ ളുഹ്രിഹി, അവിടുത്തെ പുത്രി ഫാത്തിമ ബീവിയുടെ പുത്രന്മാരായ അഥവാ അവിടുത്തെ പൗത്രന്മാരായ പുണ്യനബിയുടെ പേരക്കുട്ടികളായ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ വല്യുപ്പാന്റെ മുതുകിൽ കയറിയിരിക്കുന്നു. അപ്പൊ അവിടെ എത്ര റിലാക്സ് ആയിട്ട്, എത്ര സിംപ്ലിസിറ്റിയോടുകൂടെ ജീവിതത്തിന്റെ ഈ പ്രൗഢമായ ലീഡർഷിപ്പ് എല്ലാം ഏറ്റെടുക്കുന്നതിന്റെ കൂടെ തന്നെ യുമാസിഹ്, കുട്ടികളെ കണ്ടാൽ വളരെ തമാശ പറയുന്ന, അവർക്ക് എല്ലാ അർത്ഥത്തിലും സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു നേതാവിനെ ഞങ്ങൾ തിരുനബിയിൽ കണ്ടിരുന്നു. സഹാബ പറയുന്നു, മാ ളറബ ബിയദിഹി ശരീഫ്, അവിടുത്തെ പവിത്രമായ കൈകളെ കൊണ്ട് അവിടുന്ന് ഇതുവരെ പ്രഹരിച്ചിട്ടില്ല, അടിച്ചിട്ടില്ല. ഇംറഅതൻ വലാ ഖാദിമൻ, അവിടുത്തെ വീട്ടിലേക്ക് ജോലി ചെയ്യാൻ വരുന്ന സർവന്റിനെയോ അവിടുത്തെ കൂടെ ജീവിക്കുന്ന സഹധർമ്മിണിയെയോ അവിടുന്ന് ഒരിക്കലും തന്റെ കൈ കൊണ്ട് അടിച്ചിട്ടില്ല, അടിക്കേണ്ടി വന്നിട്ടില്ല. മാ സ്വാഫഹ അഹദൻ ബിയദി, ഒരാൾക്കും പരിശുദ്ധ നബി ഷെയ്ക്ക് ഹാൻഡ്, അവിടുത്തെ ഹസ്തം ദാനം ചെയ്യാം. നമ്മൾ പല സാധനങ്ങളും ദാനം ചെയ്യാണ്ട്, പൈസ ദാനം ചെയ്യാണ്ട്, ശ്രമം ദാനം ചെയ്യാറുണ്ട്. ചില ആളുകള് ചില ഹോസ്പിറ്റലുകളൊക്കെ തന്നെ വളരെ തകർന്ന് തരിപ്പണമാവാൻ നിൽക്കുമ്പോ ആ നാട്ടിലെ സന്നദ്ധ പ്രവർത്തകന്മാർ വന്നിട്ട് പറയും, അടുത്ത ഞായറാഴ്ച എല്ലാവരും ഹോസ്പിറ്റലിന്റെ അടുക്കലേക്ക് വരണം, അതിൽ ജാതി മതമൊന്നുമില്ല, നമുക്ക് ശ്രമദാനം നടത്താം. എന്താ അവിടെ ശ്രമദാനം? കാർപ്പന്റർ ജോലി അറിയുന്ന ആള് അയാളുടെ ഉളിയും ഹാമറും ആയിട്ട് വരികയാണ്.
തോട്ടം കൊത്താൻ പരിചയമുള്ള ആള് അയാളുടെ ടൂളായിട്ട് വരികയാണ്. വയറിങ്ങും പ്ലംബിങ്ങും അറിയുന്ന ആളുകൾ അവരുടെ എക്യുപ്മെന്റ്സ് ആയിട്ട് വരികയാണ്. എന്നിട്ട് ഇവിടെ ദാനം ചെയ്യുന്ന സാധനം എന്താണ്? ശ്രമം ദാനം ചെയ്യാൻ. നമുക്ക് അള്ളാഹു തന്ന നൈപുണ്യമുണ്ട്, നമുക്ക് അള്ളാഹു തന്ന ഒരു പ്രൊഫഷൻ ഉണ്ട്, അതിനെ നമ്മൾ ഇവിടെ ദാനം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഭാഷയിൽ ശ്രമദാനം എന്നൊരു പ്രയോഗം തന്നെ അവിടെ ഉണ്ടായി. അതുപോലെയാണ് ഹസ്തദാനം. നമ്മൾ അവിടെ ദാനം ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഹസ്തമാണ്. അവിടെ ഹസ്തം ദാനം ചെയ്യാന്ന് പറഞ്ഞാല് ഒരാൾക്ക് കൈ കൊടുക്കുന്നത് അത്രയും പ്രൗഢമായ ഒരു ഏർപ്പാടാണ്. കാരണം അത് മനസ്സ് കൊടുക്കുന്നതിന് തുല്യാണെന്നാണ്. ഇപ്പൊ അമേരിക്കയിലെ മെഡിക്കൽ സയൻസിന്റെ ഉന്നതാധികാരികളായ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അവര് ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു സത്യമുണ്ട്. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് തിരുമേനി സാഫഹ എന്ന് പറഞ്ഞാല് കൈ കൊടുത്തു. മുസാഫഹ, പരസ്പരം ഹസ്തം ദാനം ചെയ്യലിനെ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ നമ്മുടെ കൈയിന്റെ ഉൾഭാഗത്തിലൂടെ സഞ്ചരിക്കുന്ന ചെറിയ കുശേരുക്കൾ എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട് ഞരമ്പുകൾ, ഈ ന്യൂറോ സിസ്റ്റത്തിന്റെ ഉള്ളിലൂടെ പ്രവഹിക്കുന്ന രക്തപ്രവാഹം നേരെ മസ്തിഷ്കവുമായിട്ട് കണക്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് ഒരാള് മറ്റൊരാൾക്ക് കൈ കൊടുത്തു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അവരുടെ മസ്തിഷ്കം തമ്മിലാണ് സംവദിക്കുന്നത്. അപ്പൊ പരപുരുഷൻ പരസ്ത്രീക്ക് ഹസ്തം ദാനം ചെയ്യലിനെ പരിശുദ്ധ പ്രവാചക തിരുമേനി കാലേ കൂട്ടി കണ്ടറിഞ്ഞ് വിലക്കിയിട്ടുണ്ടെങ്കിൽ അതിലും ശാസ്ത്രീയമാനുണ്ട്. കാരണം ഇവരുടെ മസ്തകങ്ങൾ തമ്മിലാണ് സംവാദത്തിലും സൗഹൃദങ്ങളിലും ഏർപ്പെടുന്നത്. അത് ചിലപ്പോ ഓർമ്മകളിൽ ചിരപ്രതിഷ്ഠ നേടാൻ സാധ്യതയുണ്ട്. അപ്പോ മുസാഫഹത്ത് കൊടുക്കേണ്ട ആളുകൾക്ക് റസൂലുള്ളാഹി തങ്ങൾ മുസാഫഹ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ ഒരാൾക്കും കൈ കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലായിരുന്നു ഏറ്റവും അവസാനം ആ കൈ വലിച്ചിരുന്നത്. അതിൽ കൈ കൊടുക്കലിന്റെ പ്രാധാന്യം കിട്ടി. മനുഷ്യർ തമ്മിൽ എത്ര ഹൃദയബന്ധം ഉണ്ടാകണം എന്നുള്ളതിന്റെ പ്രാധാന്യം കിട്ടി. ഈ ഹൃദയബന്ധത്തിൽ നിന്ന് കൈ കൊടുത്തത് ആരാണോ, കയ്യിന്റെ ദാതാവ് ആരാണോ, അയാള് കൈ വലിക്കാതെ പരിശുദ്ധ റസൂൽ അയാളുടെ കൈയിന്റെ ഉള്ളിൽ നിന്ന് കുതറിയിട്ട് കൈ വലിക്കാറുണ്ടായിരുന്നില്ല. ഏറ്റവും ലാസ്റ്റ് കൈ വലിക്കാറുണ്ടായിരുന്നത് തിരുമേനിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ യഹ്ലുബു ശാതഹു, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പാത്രം എടുത്തിട്ട് തൊടിയിലെ അല്ലെങ്കിൽ ആലയിൽ കെട്ടിയിട്ട മൃഗങ്ങളിൽപ്പെട്ട ആടിനെ കറക്കും. ആടിന്റെ കറവ് അകിട്ടിൽ കൈ വെച്ചിട്ട് അതിന്റെ പാല്, അതിന്റെ ദുഗ്ധം, അതിന്റെ ക്ഷീരം അത് കറന്നെടുക്കും പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. വയഖുമ്മു ബൈതഹു, യഖുമ്മു എന്ന് അറബിയിൽ പറയാറുണ്ട്. സൗദി അറേബ്യയിലൊക്കെ സാധാരണ പ്രയോഗിക്കുന്ന സാധനമാണ്. നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി ഇടുന്ന കുമാമ എന്ന് പറയാറുണ്ട്. അത് യഖുമ്മു, അടിച്ച് തെളിച്ച് വാരുക, അടിച്ചു വാരുക, അതിൽ നിന്നുണ്ടായതാണ്. വയഖുമ്മു ബൈതഹു, സ്വന്തം കയ്യിൽ ചൂല് പിടിക്കുക, എന്നിട്ട് വീട് ഇങ്ങനെ അടിച്ചു വൃത്തിയാക്കുക. ഇത് കണ്ട സഹാബികള് എഴുതി വെച്ച കാര്യങ്ങളാണല്ലോ ഇത്. അപ്പൊ നമ്മൾ ആലോചിക്കുകയാണ്, ഈ ലോകത്ത് പ്രസ്റ്റീജ് അല്ലെങ്കിൽ പ്രിവിലേജ് ഇത് മാത്രമാണ് മനുഷ്യൻ പലപ്പോഴും ആലോചിക്കുക. അതിന് എന്റെ വ്യക്തിത്വം എന്നെ സമ്മതിക്കില്ല എന്ന് ഏതെങ്കിലും ഒരു പൊസിഷനിൽ നമുക്ക് തോന്നുമ്പോ, നമ്മുടെ റോൾ മോഡല് ഏതെങ്കിലും ബിസിനസ് സെറ്റപ്പിന്റെ ക്ലാസ് നമുക്ക് തന്ന കൗൺസിലർ അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കർ അല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കമ്പനിയുടെ സിഇഒ അല്ല, ഏതെങ്കിലും ബിസിനസ് വെഞ്ചറിന്റെ ബോസ് അല്ല. നമ്മുടെ ഒറിജിനൽ റോൾ മോഡൽ അത് തിരുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് പിന്നെ സിംപ്ലിസിറ്റി, ജീവിതത്തിൽ ഭയങ്കര റിലാക്സ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മനോവിഷമങ്ങളില്ലാതെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ലോകത്ത് ഇങ്ങനെ ഒരു അധ്യാപകനാവുക, സ്കൂളിലേക്ക് പോവാതെ, മദ്രസയിലേക്ക് പോകാതെ, മോണ്ടിസോറിയിലേക്കോ കിൻഡർ ഗാർഡൻ സെക്ഷനിലേക്കോ കാലുകുത്താതെ ഒരാള് ലോകത്ത് ഏറ്റവും വലിയൊരു അധ്യാപകനാകുക. ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഞാൻ നിയോഗിക്കപ്പെട്ടത് ഒരു ആസ് എ ടീച്ചർ. എങ്ങനെ ടീച്ച് ചെയ്യുന്നു എന്നുള്ളത് ഒരു അത്ഭുതമല്ലേ. കൽപ്പറ്റ നാരായണൻ മാഷ ഒരു കവിതയുണ്ട്, അതെന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. പ്രവാചക തിരുമേനിയോട് അദ്ദേഹം ചോദിക്കുകയാണ്, നബിയെ അങ്ങ് നിരക്ഷരനാണ് എന്ന് കേട്ടു, ശരിയാണ്. ഉമ്മിയ്, നിരക്ഷരൻ. ഈ നിരക്ഷരൻ എന്ന വാക്കിന്റെ നേരെ വിപരീതമാണ് സാക്ഷരൻ. സാക്ഷരൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാക്ഷരന്മാരാണ്, അക്ഷരത്തോട് കൂടെയുള്ളവൻ. അതിന്റെ വിപരീതം നിരക്ഷരൻ, നിർ അക്ഷരൻ, ആയുധം ഇല്ലാത്തവൻ, നിർ ആയുധൻ, അവൻ നിരായുധൻ എന്ന് നമ്മൾ പറയും. ആഹാരമില്ലാതെ ജീവിക്കുന്നത് നിർ ആഹാരം, അതാണ് നിരാഹാരം എന്ന് നമ്മൾ പറയുന്നത്. അക്ഷരമില്ലാതെ ജീവിക്കുന്നവൻ നിരക്ഷരനാണ്.
പരിശുദ്ധ റസൂലുള്ളാഹിക്ക് അത് ഒരു പ്രസ്റ്റീജ് ആയിട്ടാണ് തോന്നിയത്, അതൊരു റിമാർക്കോ ഡാമേജോ ആയിട്ടല്ല തോന്നിയത്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറഞ്ഞു, എന്നെ ഉമ്മി എന്ന് വിളിക്കുന്നത് എനിക്ക് പ്രേഷ്ടമാണ്, അത്രമേൽ ഇഷ്ടകരം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, എനിക്ക് പ്രേഷ്ടമാണ്. സ്വലാത്ത് തന്നെയല്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അൽ ഹാഷിമിൽ ഖുറശി അൽ മക്കിയിൽ മദനി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അവിടെ ഉമ്മിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അതൊരു പോസിറ്റിവിറ്റിയാണ്. അപ്പൊ കൽപ്പറ്റ നാരായണൻ മലയാളികൾക്ക് അത് പറഞ്ഞു കൊടുക്കുക. നിരക്ഷരൻ എന്ന് വിളിക്കുന്നത് ഡാമേജ് അല്ല. പുണ്യനബിയെ ചേർത്ത് നോക്കുമ്പോ അത് ഏറ്റവും വലിയ ഒരു ഗുണമാണ്. അത് അദ്ദേഹം അവതരിപ്പിക്കുന്നത് എങ്ങനെയാ? അദ്ദേഹത്തിന്റെ കവിതയുടെ ശൈലി തന്നെ വളരെ മനോഹരമാണ്. നബിയെ അങ്ങ് നിരക്ഷരനാണ് എന്ന് കേട്ടു, ശരിയാണ്. ഞങ്ങളൊക്കെ സാക്ഷരന്മാരാണ്. സാക്ഷരന്മാരായ ഞങ്ങളെല്ലാം അക്ഷരത്തോളമേ ഒരു സ്കൂൾ ക്ലാസ് റൂമിൽ ടീച്ചർ എഴുതിത്തന്ന, മദ്രസയിൽ ഉസ്താദ് എഴുതിത്തന്ന ആയും അലിഫും മാത്രമാണ് നമുക്ക് വായിക്കാൻ കഴിയുക, അല്ലെങ്കിൽ അവർ എഴുതി പഠിപ്പിച്ചതേ നമുക്ക് വായിക്കാൻ കഴിയുള്ളൂ. പക്ഷേ നിരക്ഷരനായ അങ്ങ് വായിച്ചത് മുഴുവൻ മുമ്പാരും എഴുതാത്തതാണ്. സാക്ഷരന്മാരായ ഞങ്ങൾ വായിക്കുന്നതെല്ലാം ആരൊക്കെയോ എഴുതിയതാണ്. പക്ഷെ നിരക്ഷരനായ അങ്ങ് വായിച്ചത് മുഴുവൻ മുമ്പാരും എഴുതാത്തത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് മുമ്പാരും എഴുതിയിട്ടില്ല. ഹിറയുടെ ഗഹ്വരത്തിൽ പോയി, ഗുഹാമുഖത്ത് പോയിട്ട് അങ്ങത് വായിക്കാൻ സുമാർ കക്കാട് അതിനെ പറ്റി പറഞ്ഞത്, വായിപ്പിനെന്ന് അത്യുന്നതത്തിൽ നിന്ന് വാ തുറന്നോതിയ വിജ്ഞാനദായക. വായിക്കാൻ പറഞ്ഞപ്പോ വാ തുറന്നോതിയ വിജ്ഞാനദായക, മുഅല്ലിം, അധ്യാപക, അങ്ങ് ലോകത്തിന്റെ പ്രൗഢമായ ഒരു ആശ്ചര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള നബിയെ നമ്മൾ ആ പ്രകൃതത്തോടു കൂടെ തന്നെ മാറോട് ചേർക്കുക. എല്ലാ കാര്യങ്ങളിലും ശാസ്ത്രീയമായി ഇടപെട്ടു. മുടി പാതിഛേദം ക്ഷൗര്യം ചെയ്തിട്ട് ഒരു കുട്ടി കടന്നു വരികയാണ്. അപ്പൊ ആള് പൂർണ്ണമായിട്ടും മുണ്ടിത ശിരസ്കനല്ല. മുണ്ടനം ചെയ്യാന്ന് പറഞ്ഞാൽ ക്ഷൗര്യം ചെയ്യുക. മുണ്ടിതം ക്ഷൗര്യം ചെയ്ത ശിരസ്കൻ, ശിരസിന്റെ ഉടമ, മുട്ടയടിച്ച തലയുടെ ഉടമ, ഇത് പാതിയാണ്, അർദ്ധമുണ്ടനം. അപ്പം ഈ കുട്ടി കുറച്ച് ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു തിരുനബി അവിടെ ഇടപെടാണ്. ഒന്നുകിൽ പൂർണ്ണമായിട്ട് വടിച്ചു കളയാ, അല്ലെങ്കിൽ മുഴുവനായിട്ട് ആ മുടിയെ വളർത്തുക. അപ്പൊ അവിടെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ആ ഒരു സാന്ദർഭികമായ അഡ്വൈസ് അത് സ്വഹാബ ഏറ്റെടുക്കുകയാണ്. മറ്റൊരാൾ വന്നിട്ട് മദീനയിലെ പള്ളിയിൽ യാചിക്കുകയാണ്. യാചന നടത്തുന്ന ആളെ ലാ യറുദ്ദു അഹദൻ ഇല്ലാ ബിഹാജതിഹി. പുണ്യനബിയുടെ ഒരു ശീലം സല്ലല്ലാഹു അലൈഹി വസല്ലം ആര് എന്താവശ്യം ചോദിച്ചു വന്നാലും ആ ആവശ്യമായിട്ട് അയാളെ മടക്കി പറഞ്ഞേക്കുള്ളൂ. അയാൾ വൃദ്ധ പോകേണ്ടി വരാറില്ല, അയാൾ നിരാശനായിട്ട് പോകേണ്ടി വരാറില്ല. പക്ഷേ ഒരാളിങ്ങനെ അദ്ദേഹത്തിന്റെ ഭിക്ഷാപാത്രം കയ്യിൽ പിടിച്ചിട്ട് പുറത്തിരിക്കാൻ, ആരെങ്കിലുമൊക്കെ പൈസ കൊടുക്കും. പക്ഷെ അയാളൊന്ന് ഒഴിഞ്ഞു നോക്കി പരിശുദ്ധ ഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ ഫിസിക്കലി വളരെ ബെറ്ററാണ്, അയാൾക്ക് ഒരു കുഴപ്പമില്ല, ഡിസബിലിറ്റീസ് ഒന്നുമില്ല. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ അയാളോട് എണീറ്റിക്കാൻ പറഞ്ഞു. ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല നബിയെ, ഇല്ല. അപ്പൊ അയാൾ പണിക്കൊക്കെ പോകാൻ പറ്റുന്ന ആളാണ്. അള്ളാഹിന്റെ റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ വീട്ടില് നമുക്ക് വിൽക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാധനം ഉണ്ടോ? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയ എന്റെ ബ്ലാങ്കറ്റ്, എന്റെ കമ്പിളി പുതപ്പുണ്ട്, ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച എന്റെ തളികയുണ്ട്, നീ അത് രണ്ടും എടുത്തു വാ. നേരെ വരുന്നു അദ്ദേഹം. സഹാബത്തിന്റെ മുമ്പിൽ വെച്ച് പരിശുദ്ധ ഗുരു അത് ലേലം വിളിക്കാൻ. തളികയും വിറ്റുപോയി. 1 ദിർഹമിന് കമ്പിളി പുതപ്പ് 1 ദിർഹമിന് വിറ്റു. 2 ദിർഹം കിട്ടി. അദ്ദേഹത്തിന്റെ തളികയും കമ്പിളിയും പോയി. പക്ഷെ ഇദ്ദേഹത്തിന്റെ കയ്യില് പരിശുദ്ധ പ്രവാചക തിരുമേനി ഈ വിറ്റ് കിട്ടിയ 2 ദിർഹം കൊടുത്തിട്ട് നേരെ ചന്തയിൽ പോയിട്ട് നല്ല ഒരു കോടാലി വിലക്ക് വാങ്ങാൻ പറയാൻ. അങ്ങനെ മൂർച്ചയുള്ള ഒരു കോടാലിയുമായിട്ട് ആ 2 ദിർഹമിന് അദ്ദേഹം വാങ്ങിയ കോടാലിയുമായി തിരു സദസ്സിലേക്ക് അദ്ദേഹം സന്നിഹിതനാകുന്നു. അപ്പൊ പരിശുദ്ധ പ്രവാചക തിരുമേനി പറഞ്ഞു കൊടുക്കുന്നു, കണ്ണെത്താ ദൂരങ്ങളുടെ വിജനതയിൽ വിശാലമായി കിടക്കുന്ന ഒരുപാട് വനപ്രദേശങ്ങളുണ്ട് ഇവിടെ. നീ അവിടെയൊക്കെ പോയിട്ട് കുറ്റിക്കാടുകളിൽ നിന്നൊക്കെ ഈ മഴു എടുത്തിട്ട് മരത്തിന്റെ തടി നീ കഷ്ണിച്ച്
അത് വിറകാക്കി വിറക് ശേഖരിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുക എന്ന് പറഞ്ഞു. സന്ധ്യാനേരമായപ്പോഴേക്ക് 2-3 കെട്ട് വിറകുകളുമായിട്ട് അദ്ദേഹം ചന്തയിലേക്ക് വരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യില് കോടാലി നല്ല മൂർച്ചയുള്ളതാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ആരോഗ്യം അദ്ദേഹം വളരെ ഹെൽത്തിയാണ്. ഉറുദു ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്, കുച്ച് ഖറാബി കോട്ട ഔർ കുച്ച് സോന ബി കോട്ട എന്ന് പറഞ്ഞാല്, സോന എന്ന് പറഞ്ഞാല് സ്വർണം. ഈ സ്വർണത്തിന്റെ കുറവ്, നമ്മൾ ഈ 22 ക്യാരറ്റ് എന്നൊക്കെ പറയുന്ന 916 എന്നൊക്കെ പറയുന്ന മാർക്കറ്റിൽ വാല്യൂ നിശ്ചയിക്കുന്ന സ്വർണത്തിന്റെ ചില നിർമ്മാണ വൈഭവമുണ്ട്. അപ്പൊ അതിന് നേരെ വിരുദ്ധമായ സ്വർണം വന്നു കഴിഞ്ഞാല് പിന്നെ അത് വേണ്ട രീതിയിൽ മോൾഡ് ചെയ്ത് നിർമ്മിക്കുക അത് ശ്രമകരമാണ്. അതിൽ തട്ടാൻ നൈപുണ്യം കുറഞ്ഞ ഒരാൾ കൂടിയാണെങ്കിലോ, അപ്പൊ സ്വർണത്തിന്റെ പണിക്കാരൻ തന്നെ കഴിവ് കെട്ടവൻ. ഈ ഉരുക്കി കൊണ്ടുവന്നിരിക്കുന്ന ലോഹമാകുന്ന സ്വർണമാണെങ്കിലോ അത് യഥാർത്ഥ സ്വർണത്തിന്റെ പരിശുദ്ധി ഇല്ലാത്തതുമാവുകയും ചെയ്താൽ അതിന്റെ റിസൾട്ട് അതിഭയാനകമായിരിക്കും. ഇതിന് നേരെ വിപരീതമാണെങ്കിലോ നല്ല റിസൾട്ട് ആയിരിക്കും. പുണ്യനബി ഈ സഹാബിയോട് പറഞ്ഞത്, നീ വളരെ ഹെൽത്തിയാണ്, ആരോഗ്യ ദൃഢഗാത്രനാണ്, നിന്റെ കയ്യിലുള്ള മഴു നല്ല മൂർച്ചയുള്ളതാണ്. അപ്പൊ നീ ആഞ്ഞു വെട്ടിക്കഴിഞ്ഞാൽ നിനക്ക് കൂടുതൽ വിറകുകൾ ശേഖരിക്കാൻ സാധിക്കും. അതിനുള്ള ശേമുഷിയും ഇന്ധനക്ഷമതയും നിന്റെ കയ്യിൽ ഉണ്ട്, അശേഷം ചോർന്നു പോയിട്ടില്ല. അല്ലെ? നേരെ പോകുന്നു, അദ്ദേഹം ആ ആവേശത്തില് ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന് കിട്ടിയ വിറക് കെട്ടുകളുമായിട്ട് വരുന്നു. അദ്ദേഹം അത് ചന്തയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നു. 10 ദിർഹം ഇദ്ദേഹത്തിന് തിരിച്ചിട്ടുന്നു. 10 ദിർഹം. ആ 10 ദിർഹമായിട്ട് അദ്ദേഹം നന്ദിയോടുകൂടെ പരിശുദ്ധ ഗുരുവിന്റെ അടുക്കലേക്ക് വീണ്ടും സായാഹ്നത്തിൽ കടന്നു വരികയാണ്. അള്ളാഹിന്റെ റസൂൽ ഒന്ന് മന്ദഹാസം തൂകി, ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ 10 ദിർഹമിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദര ഒരു 2 ദിർഹം എനിക്ക് തന്നെ താ. അള്ളാഹിന്റെ റസൂലിന് അദ്ദേഹം കൊടുത്തു 2 ദിർഹം. കാരണം എന്നെ മോട്ടിവേറ്റ് ചെയ്തത് പരിശുദ്ധ നബിയാണ്. എന്നെ പറഞ്ഞയച്ചത്, എനിക്ക് അധ്വാനക്ഷമതയുടെ ഒരു വാതായനം തുറന്നു തന്നത് ഈ ഗുരുവാണ്. അതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ടും കൊടുക്കുന്നതിൽ നീരസമോ വൈമനസ്യമോ അശേഷം ഇല്ല, ഞാൻ കൊടുക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ 2 ദിർഹം വാങ്ങിയിട്ട് രാവിലെ തളികയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബ്ലാങ്കറ്റും ലേലം വിളിച്ചു കൊണ്ടുപോയ ആളുകളെ വിളിക്കാൻ, നിങ്ങൾക്ക് മനസ്സമ്മതമാണെങ്കിൽ, നിങ്ങൾക്ക് അനിഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ആ വാങ്ങിയ വിലക്ക് തന്നെ നിങ്ങളിൽ നിന്ന് ആ സാധനം ഞാൻ തിരിച്ചു വാങ്ങുന്നു. അള്ളാഹിന്റെ റസൂൽ ആ തളികയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലാങ്കറ്റും വാങ്ങുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഒറ്റ ദിവസം കൊണ്ട് 8 ദിർഹം എക്സ്ട്രാ അദ്ദേഹത്തിന്റെ കയ്യിൽ പ്രോഫിറ്റാണ്. ഈ ഒരു ജീവിത ശൈലി അനുക്രമങ്ങളെ എത്ര വ്യവസ്ഥാപിതവും സൗഹൃദപരവുമായിട്ട് ആർക്കും അലട്ടലുണ്ടാക്കാതെ ഒരാൾക്ക് പോലും പ്രയാസം ഉണ്ടാക്കാതെ ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ അധ്വാനപരതയിലൂടെ, യാചന സംഹാരത്തിലൂടെ, യാചന പാടില്ല, ആ നിരുത്സാഹത്തിലൂടെ എത്ര പ്രൗഢമായിട്ടാണ് റസൂലുള്ളാഹി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അവിടെയാണ് നബിയെ അങ്ങ് ഉത്തമമായ ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമ തന്നെയാണ് നബിയെ എന്ന്. പിന്നെ അവിടത്തേക്ക് ഒരുപാട് പ്രത്യേകതകളില്ലേ. ബയോളജിക്കലി നമ്മളെ പോലെ ജീവിച്ചു, അല്ലെ? ഞാൻ നിങ്ങളിൽപ്പെട്ട ഒരാളാണ് എന്ന് നമ്മളോട് പറയുന്നു. ബയോളജിക്കലി നമ്മളെ പോലെ ജീവിക്കുന്നു, നമ്മളെ പോലെ വിവാഹിതനാകുന്നു, അതിൽ മക്കളുണ്ടാകുന്നു. ഒരു മനുഷ്യ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടുന്ന ഏറ്റവും തീക്ഷ്ണമായ ഒരു മണ്ഡലമാണ് അയാൾ നടന്നുകൊണ്ടിരിക്കുമ്പോ സ്വന്തം മക്കൾ കിടക്കുന്ന ഒരു ദുരവസ്ഥ എന്ന് ഭാഷാപരമായിട്ടേ പറയാൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മക്കളെ നഷ്ടപ്പെടുകയാൻ, ആ മക്കളെ സ്വന്തം കൈ കൊണ്ട് മറമാടേണ്ടി വരികയാൻ. മോനെ ഇബ്രാഹിമെ, നിന്റെ മയ്യത്താടാ, ജനാസയാടാ ഞാൻ 6 അടി മണ്ണിലേക്ക് എടുത്തു വെക്കുന്നത്. ഈ വെക്കുന്നത് നിന്റെ വാപ്പയാടാ മോനെ. അതുകൊണ്ട് കണ്ണ് നിറഞ്ഞടാ, കൽബ് വിതുമ്പിയടാ. ഇബ്രാഹിം, മോനെ ഇബ്രാഹിമെ, നിന്റെ വേർപാടിൽ ആ വിരഹ നൊമ്പരം, ആ വേർപാടിന്റെ വേപ്പതു ഞങ്ങളിങ്ങനെ ഏറ്റുവാങ്ങുകയാണെന്ന് പറഞ്ഞ് കണ്ണ് തുടക്കുന്നുണ്ട്. കൈലേസുമായിട്ട് കണ്ണിങ്ങനെ തുടക്കുന്ന പരിശുദ്ധ ഗുരുവിനെ സ്വഹാബ കാണുമ്പോ ഇത് ലോകം പടക്കാൻ കാരണക്കാരനാണ്, 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുടെ ലീഡറാണ് എന്നൊക്കെ സഹാബത്തിന് അറിയാം. എന്നിട്ടും ഡൗൺ ടു എർത്ത്, പാതാളത്തോളം താഴ്ന്നു നിന്ന് നമ്മളിൽ ഒരാളായി ജീവിക്കുന്നു.
അതാ ഖുർആൻ യാസീൻ സൂറത്തിൽ നമ്മൾ പാരായണം ചെയ്യാറില്ലേ, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. പിന്നെ എന്റെ പ്രത്യേകത യൂഹാ ഇലയ്യ, അത് നിങ്ങൾക്കില്ല, എനിക്ക് വഹി കിട്ടുന്നു. ആ വഹി വരുന്നു, വഹീനെ ഉൾക്കൊള്ളുന്നു. അപ്പൊ നമുക്കില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ പരിശുദ്ധ പ്രവാചക തിരുമേനിക്ക് ഉണ്ടാകുന്നു. 40-ൽ പരം സഹാബികൾ കുൻതു റദീഫൻ നബി എന്ന ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തിരുനബിയുടെ ബാക്കിലായിരുന്നു, പിന്നിൽ, നേരെ പിന്നിൽ അവരോട് ഇഴുകിച്ചേർന്ന് ഒട്ടിച്ചേർന്നാണ് ഇരുന്നത്. അത് ഒട്ടകത്തിന്റെ കട്ടിലിലാവാം, കുതിരയുടെ പുറത്താകാം, ഒട്ടകത്തിന്റെ മുതുകിലാവാം, എവിടെയുമാകാം. കുൻതു റദീഫൻ നബി, ഞാൻ തിരുമേനിയുടെ നേരെ പിറകിലായിരുന്നു. അങ്ങനെ പോയി. എന്നിട്ട് ആ സഹാബിയൊക്കെ അവതരിപ്പിച്ച എന്താണ്, അല്ലേ, കസ്തൂരി പോലെയുള്ള പരിമളമുള്ള സുഗന്ധം അവിടത്തെ ശരീരത്തോട് ഒട്ടി നിന്നപ്പോ എന്റെ ഡ്രസ്സിൽ ആഴ്ചകളോളം ഉണ്ടായി. ഈ ഒരു പ്രത്യേകത മനുഷ്യനില്ലല്ലോ. ഒരു ദിവസം ഖലാ എന്ന് പറഞ്ഞാല് വെളിമ്പ്രദേശം എന്നാണ്, ഒഴിഞ്ഞ സ്ഥലം, ഖൽവത്ത്. നമ്മൾ ഒഴിഞ്ഞ സ്ഥലത്ത് പോയി ഇരിക്കുമ്പോ അവിടെയാണ് പണ്ടൊക്കെ പ്രാഥമിക കർമ്മം നിർവഹിച്ചിരുന്നത്. അന്ന് നമ്മളെ നാട്ടുകാര് ആളുകൾ കാണാതിരിക്കാൻ മറകെട്ടി, പിൽക്കാലത്ത് അതിന്റെ ഭാഷാ പ്രയോഗം മറക്കിരിക്കുക എന്നായി. മറക്കിരിക്കാൻ പോയി എന്ന് പറഞ്ഞാല് മറയുടെ അകത്ത് ഇരിക്കുക, കൃത്യം നിർവഹിക്കുക, തിരിച്ചു പോരുക. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പരിശുദ്ധ റസൂലിന്റെ എല്ലാ മൂവ്മെന്റ്സും അടക്കങ്ങളും അനക്കങ്ങളും ഒക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അല്ലാഹു തആല ആയിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ റസൂലുള്ളാഹിക്ക് സഹധർമ്മിണിയായി കൊടുത്തതിന്റെ കെമിസ്ട്രി തന്നെ ചരിത്രം അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഒരു വൈഫിന്റെ റോളിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എ വുമൺ ബിക്കംസ് വോൾ ബൈ ബിക്കമിങ് ഹാഫ്. ഒരു പെണ്ണ് ഒരു ആണിന്റെ എല്ലാമായി മാറും. ഖദീജ ബീവി ആ റോൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നുബുവത്തിന്റെ മുമ്പ് അഷ്റഫുൽ ഖൽക്ക് തിരുമേനി ചെയ്ത ഒറ്റ കല്യാണം അത് 25-ാം വയസ്സിൽ ചെയ്തതാണ്. അത് മാത്രമാണ് അവിടുത്തെ ഒപ്പീനിയൻ. റസൂലുള്ളാഹിന്റെ സ്വന്തം അഭിപ്രായത്തിൽ ചെയ്ത വിവാഹം. ബാക്കി എല്ലാ ഭാര്യന്മാരെയും റസൂലുള്ളാഹി തങ്ങള് വേട്ടത്, വിവാഹം ചെയ്തത് ആഫ്റ്റർ 40. ഈ 40-ന് ശേഷം എന്ന് പറഞ്ഞാല് ഒമാ യന്തിഖു അനിൽ ഹവ, നബിയായി, നുബുവത്ത് കിട്ടി, ആ പട്ടം കിട്ടിക്കഴിഞ്ഞാല് ഇനി ഒന്നും അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ ചെയ്യൂല എന്നാണ്. അപ്പൊ ആയിഷ ബീവിയെ വിവാഹം ചെയ്യുന്നത് മുഴുവൻ, അല്ലെങ്കിൽ മറ്റുള്ള ഭാര്യന്മാര് തന്റെ ജീവിതത്തിലേക്ക് വന്നതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതിനെ വിമർശകർ ഏത് മഞ്ഞ കണ്ണട വെച്ച് വിമർശിച്ചാലും നമുക്കതിന് മറുപടി പറയാന് ഈ പുതിയ ലോകത്ത് ഒരിക്കലും, അതൊരു മൗനമാണ് ഏറ്റവും അഭികാമ്യമായിരിക്കുന്ന ഒരു കാര്യം. കാരണം ഈ വിശ്വാസധാരയുടെ പുറത്താണ് ആ കാര്യങ്ങൾ, അകത്താണ് ഈ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അത് നോക്കൂ നിങ്ങൾ. സ്വന്തം അഭിപ്രായത്തിൽ വിവാഹം ചെയ്യുമ്പോ ഭർത്താവിന്റെ പ്രായം 25, ഖദീജ ബീവിയോ ഷീസ് 40, 40 വയസ്സ് എന്ന് പറഞ്ഞാല് ഒരു ഉമ്മയും മകനും തമ്മിലുള്ള പ്രായ അന്തരം ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാവുക. അത് റസൂലുള്ളാഹി തങ്ങൾ അനുഭവിച്ചു, ശരിക്ക് ജീവിതത്തിൽ അത് ഉപയോഗപ്പെടുത്തി. കാരണം ഹിറായിൽ നിന്ന് വഹിയും വാങ്ങി വരുമ്പോ, ആ ഭാരം വാങ്ങി വരുമ്പോ ഖദീജ ബീവി സ്വന്തം മടിത്തട്ടിൽ കിടത്തിയിട്ട് പറയുന്നുണ്ട്, ഇന്നക ലതസിലുർ റഹ്മ വതഹ്മിലുൽ കല്ല. ഖദീജ കൂടെയുണ്ട് നബിയെ, അങ്ങ് വിഷമിക്കണ്ട നബിയെ. അതൊക്കെ ഖദീജ ബീവി കാണാൻ, അത് ഉൾക്കൊള്ളാൻ, ഒരു കൗൺസിലിംഗ് സെന്റർ ആയി മാറാൻ. അതുകൊണ്ട് ഖദീജ ബീവിയെ പറ്റി റസൂലുള്ളാഹി തങ്ങൾ തന്നെ സഹാബത്തിനോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. നോട്ട് ഓൺലി മൈ വൈഫ്, എന്റെ ഭാര്യ മാത്രല്ല, മൈ സിസ്റ്റർ, മൈ ഫ്രണ്ട്, മൈ ബെറ്റർ ഹാഫ്, എന്റെ എല്ലാമായിരുന്നു. ആ റോൾ എടുക്കാൻ ആ ഒരുത്തി തന്നെ വേണം എന്നുള്ളത് വിധിയുടെ തീരുമാനമാണ്, പുണ്യ നബിയുടെ ഡെസിഷനാണ്. അതെടുക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. നോക്കൂ നിങ്ങൾ, കൗതുകപൂർണമായ ജീവിതം. അപ്പൊ നമുക്കില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ തിരുനബിക്കുണ്ടായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അന്ന് പ്രാഥമിക കർമ്മം മലമൂത്ര വിസർജനം നിർവഹിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് പോയി തിരിച്ചു വന്ന്, പിന്നെ ആയിഷ ബീവി അപ്പുറത്തു കൂടെ പോയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോ മാ വജത്തു ഷൈഅ, ഞാൻ ഒന്നും കണ്ടില്ലല്ലോ നബിയെ, ഭർത്താവേ എന്ന് ആയിഷ ബീവി പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, യൻഷഖുൽ അർള്, ഞങ്ങള് അങ്ങനെ അവിടെ പോയി ഇരിക്കുമ്പോ, ഞാൻ അവിടെ പോയി ഇരിക്കുമ്പോ ഭൂമി ഒന്ന് പിളരും, എന്നിട്ട് എന്റെ ശരീരം പുറന്തള്ളിയതായിരിക്കുന്ന വസ്തുക്കളെ ഭൂമി വിഴുങ്ങും. അപ്പോഴും ആയിഷ ബീവി പറയാണ്, അവിടുന്ന് നല്ല സുഗന്ധം വരുന്നുണ്ടല്ലോ, ഞാൻ ഒന്നും കണ്ടിട്ടില്ലെങ്കിലും അവിടുന്ന് നല്ല സുഗന്ധമുണ്ടല്ലോ. അപ്പൊ നമ്മളെ പ്രകൃതമായിട്ട് ആ പ്രകൃതത്തെ ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റൂല എന്നർത്ഥം. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഞങ്ങളുടെ ശരീരം പുറന്തള്ളുന്ന വസ്തുക്കൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ ശരീരം തന്നെ. ഇന്നല്ലാഹ ഹറമ അലൽ അർള് അൻ തഅകുല അജ്സാദൽ അംബിയ, അംബിയാ മുർസലീങ്ങളുടെ ശരീരത്തെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അപ്പാടെ നിലനിർത്തൽ ഭൂമിക്ക് നിർബന്ധമാണ്
ആ അംബിയ മുർസലീങ്ങളുടെ ശരീരത്തെ വിഴുങ്ങൽ, ഭക്ഷിക്കൽ എന്ന് പറഞ്ഞാല് അതിനെ വികൃതമാക്കല്, അതിനെ മണ്ണാക്കല് ഭൂമിക്ക് ഹറാമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോ മദീനയുടെ ഒരു പ്രത്യേകത നമ്മൾ ആലോചിച്ച് നോക്ക്. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ആയിഷ ബീവിയുടെ കട്ടിലിന്റെ മുകളിൽ പനി ബാധിച്ച് കിടന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ കട്ടിലിങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ തന്നെ 6 അടി മണ്ണൊരുക്കിയിട്ട് ആ തിരുദേഹം, ആ ഹോളി ബോഡി നേരെ അവിടേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ അഷ്റഫുൽ ഖൽക്ക് തിരുമേനി അവിടെ കിടക്കുന്നുണ്ട്. ലോകത്ത് അവാന്തര വിഭാഗങ്ങളൊക്കെ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. ആർക്കും റസൂലുള്ളാന്റെ ഖബർ അവിടെയാണ് എന്നുള്ളതിൽ തർക്കമില്ലല്ലോ. അത് അവിതർക്കിതമാണ്, അത് സന്ദേഹമില്ലാത്ത കാര്യമാണ്. സിദ്ദീഖ് തങ്ങളുടെ ചാരത്ത്, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ചാരത്ത് പരിശുദ്ധ ഹബീബ് കിടക്കുന്നുണ്ട് എന്നുള്ളത് ഒരാൾക്കും തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ആ ശരീരം അങ്ങനെ തന്നെ കിടക്കുന്നു, ആ ശരീരം ആ സുഗന്ധത്തോടുകൂടെ കിടക്കുന്നു. ആ അത്ഭുതങ്ങൾക്കിടയിലാണ് മദീന ലോകത്തെ ഏറ്റവും വലിയൊരു വസ്തുവായി മാറുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഷ്റഫുൽ ഖൽക്ക് തിരുമേനിയുടെ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബിയുടെ ജനാസ കുളിപ്പിച്ചത് അവിടുത്തെ മരുമകനായ ഞാനാണ്. എന്റെ മാതുലനായ, എന്റെ ഫാത്തിമാന്റെ പിതാവായ പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ ശരീരത്തെ കുളിപ്പിച്ചത് സാധാരണ ഒരു മയ്യത്തിനെ കുളിപ്പിക്കുമ്പോ വയറിന്റെ ഭാഗത്തൊക്കെ പ്രസ് ചെയ്യും, എല്ലാ ഉച്ഛിഷ്ടങ്ങളെയും നമ്മൾ കഴുകിക്കളയും, ശുദ്ധിയാക്കും. എനിക്കൊന്നും അവിടുത്തെ ശരീരത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പുണ്യനബിയുടെ ആ ശരീരത്തെ നോക്കി പറഞ്ഞു, ത്വിബ്ത ഹയ്യ വത്വിബ്ത മൈത, അവിടുത്തെ ജീവിതവും പരിശുദ്ധം നബിയെ, അവിടുത്തെ വഫാത്തും പരിശുദ്ധം നബിയെ. അങ്ങനെ പരിശുദ്ധി മാത്രം കടം കൊണ്ട ഒരു നായകനെ ഏത് നിഘണ്ടുവിലെ ഭാഷയിലെ ഏത് വാക്കെടുത്തിട്ടാണ് നമ്മൾ പ്രയോഗിക്കുക, നമ്മളൊക്കെ ഒന്ന് പറയുക, ഒന്ന് പരിചയപ്പെടുത്തുക. അതുകൊണ്ട് ഹബീബിനെ മനസ്സിലിരുത്തി പറയുന്ന എല്ലാ വാക്കും മൗലൂദാണ്. അത് മലയാളാവട്ടെ, അത് മറ്റുള്ള ഭാഷയാവട്ടെ, ഉറുദു ആവട്ടെ, ഇംഗ്ലീഷ് ആകട്ടെ, അറബി ആകട്ടെ, എല്ലാം മൗലൂദാണ്. അപ്പൊ നബിയെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നമുക്കിങ്ങനെ പറയാനും പാടാനും ഒക്കെ സാധ്യമാവുക എന്നുള്ളതാണ് റബീഇന്റെ ഏറ്റവും വലിയ ചൈതന്യം. ആ ചൈതന്യം ആദ്യ ഹൃദയത്തിലേക്ക് കുടിയിരുത്താൻ മാള റേഞ്ച് മദ്ഹൂർ റസൂൽ കോൺഫറൻസിന്റെ ഈ പരിപാടിക്കും അതുപോലെ അനുബന്ധ പരിപാടികൾക്കും സാധ്യമാകട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും അറിയിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾക്ക് സർവശക്തനായ തമ്പുരാനെ നീ ശക്തി പ്രദാനം ചെയ്യണേ അല്ലാ. ഇതിന്റെ സംഘാടകരായ ആളുകൾ എണ്ണയിട്ട യന്ത്രങ്ങളെ പോലെ ഒരുപാട് ദിവസം അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി രൂപപ്പെട്ടത്. അതൊക്കെ അവർക്ക് ഹബീബിനോടുള്ള മദഹന്റെ ഒരു മനോഹരമായിരിക്കുന്ന കാൽവപ്പാക്കി അവരുടെ മീസാന്റെ, ഹസനാത്തിന്റെ മീസാനിൽ നീ പ്രദർശിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. ആ വിളി കേട്ട് വന്നിരുന്ന് ഈ പരിപാടി ധന്യമാക്കിയ ഓരോ ആബാലവൃദ്ധം വരുന്ന ആളുകൾക്കും നീ അതിന്റെ പുണ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ പരിശുദ്ധ പരിപാടിയുടെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ വിഷമങ്ങളെ നീ ദൂരീകരിക്കണേ അല്ലാ. ഞങ്ങളെ രോഗങ്ങളെ നീ ശിഫയാക്കി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളെല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഓരോ വാക്കുകളും, ഞങ്ങളുടെ നോക്കുകളും, ഞങ്ങളുടെ മൗനങ്ങളും, ഞങ്ങളുടെ ശ്രവണപുടങ്ങളിലേക്ക് അലയടിച്ച ഓരോ ശബ്ദങ്ങളും അല്ലാഹുവേ, പരിശുദ്ധ ഹബീബിന് വേണ്ടി ഞങ്ങൾ കൊടുത്ത ഇഷ്കിന്റെ പൊരുളാക്കി നീ നാളെ പ്രദർശിപ്പിക്കണേ തമ്പുരാനെ. അവസാനം ആഫിയത്തുള്ള ദീർഘായുസോടെ ജീവിച്ച് ആഖിബത്ത് നന്നായി സ്വർഗം കണ്ട് മരിക്കാൻ ഈ ഇരുത്തം നീ ഒരു സബബാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഖബർ നീ പ്രകാശമാനമാക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് ദിവംഗതരായി പോയവരുടെ മുഴുവൻ 6 അടി മണ്ണുകളെയും നീ പ്രകാശാലങ്കൃതങ്ങളാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹു, ഈ പരിപാടിയെ സഹായിച്ചവരെ, ഏറ്റെടുത്തവരെ നീ 2 ലോകത്തും സഹായിക്കണേ തമ്പുരാനെ. ربنا تقبل منا إنك أنت السميع العليم. اللهم اجعلنا من محبيك ومحبي حبيبك محمد صلى الله عليه وسلم يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين يا أكرم الأكرمين ويا أرحم الراحمين. والسلام عليكم ورحمة الله وبركاته.